അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം ആഘോഷിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിലെ മാർ ആന്റണി പടിയറ നഗറിൽ നടന്ന 139ാമത് അതിരൂപതാ ദിനാഘോഷം ഇടുക്കി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. പുലർത്തുന്ന വലിയ വിശ്വസ്തത, അതുപോലെ തന്നെ വിശ്വാസ പരിശീലന കാര്യത്തിൽ നടത്തുന്ന വലിയ ശ്രദ്ധ, ഈ രണ്ട് കാര്യങ്ങൾ എന്നെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പ്രവാസത്തിനായി പഠിക്കുമ്പോൾ ഇവിടെ അജവാല ശുശ്രൂഷയ്ക്കായിട്ട് വന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു. ഇവിടെ എന്നെയും അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെല്ലാം വളരെ ശക്തമായി സ്വാധീനിച്ചത് വിശ്വാസ പരിശീലകരുടെ ആ പ്രതിബദ്ധതയും വിശ്വാസ പരിശീലന രംഗത്ത് അന്ന് പൗരപിതാവ് നൽകുന്ന വലിയ ശ്രദ്ധയും താല്പര്യവും എല്ലാം ഞങ്ങളെ ആകർഷിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികളേറെയുണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വലിയ സന്തോഷമാണ് നമ്മുടെ എല്ലാവരും. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ലോകം മുഴുവൻ ക്യാമറ കണ്ണുകളുമായിട്ട് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിലുള്ള പുകക്കുഴലിലേക്ക് നോക്കിയിരുന്നപ്പോൾ ലോകത്തിൻ്റെതായ രീതിയിൽ പല പ്രവചനങ്ങളും നടത്തി. ഇന്നയാള് ആകുമോ, ഇന്നയാൾക്ക് ആകുമോ, ലോകത്തിന്റെ രീതികളെ എല്ലാം മാറ്റിക്കൊണ്ട് എവിടെയോ പരിശുദ്ധാത്മാവ് പാർത്തു വെച്ച് സൂക്ഷിച്ച അഭിവന്യ ലേവോ 14 പാപ്പയെ നമുക്ക് തന്നുകൊണ്ട് ലോകത്തിന് ലഭിക്കുന്ന വളരെ കൃത്യമായ ഒരു സന്ദേശം ഈ സഭ ഇന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിയമപരമായ സ്വന്തം ആരാധനാരീതികൾ പാലിക്കാൻ എല്ലാ പൗരസ്ത്യരും കടപ്പെട്ടിരിക്കുന്നു. വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ പൂർവിക ആരാധനയിലേക്ക് തിരികെ പോകണം. പൗരസ്ത്യ കത്തോലിക്ക സഭാമക്കൾ തങ്ങളുടെ ആത്മീയവും ആരാധനാപരവും ദൈവശാസ്ത്രപരവും ശിഷ്ടപരവുമായ പൈതൃക സ്വത്ത് മുഴുവൻ ജീവിച്ച് സംരക്ഷിക്കണം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആധികാരികമായി പഠിപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസ് ചേന്നാട്ടുശ്ശേരി CMI മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മക്കളെ അവരുടെ വ്യക്തിത്വ പരിശീലനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കഥാവുമായി ആഴമായ ബന്ധം വളർത്തിയെടുക്കുന്ന രീതിയിൽ പരിശീലനം നടത്തുവാനായിട്ട് മക്കളുടെ ഹൃദയത്തിൽ ഈശോയുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന രീതിയിൽ വളർത്തക്ക രീതിയിൽ നമ്മൾ അവർക്ക് പരിശീലനവും പരിശ്രമവും നടത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പോലിത്ത മാർ ജോസഫ് പൗവത്തിലിന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷനും പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ സ്മാരകമായുള്ള ഭവന നിർമ്മാണ പദ്ധതിയും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രഖ്യാപിച്ചു. അതിരൂപതയുടെ പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖനുമായ ഡോക്ടർ ജോർജ് പടനിലം എന്നിവർക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമ്മാനിച്ചു. വിവിധ മേഖലകളിലെ മികച്ച സേവനത്തിന് ചലച്ചിത്രാഭിനേതാവ് ജോണി ആന്റണി, അതിരൂപത മുൻ PRO പ്രൊഫസർ JC മാടപ്പാട്ട്, നാടക സംവിധായകൻ ജോസഫ് പാണാടൻ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ആഗ്ര ഇറ്റാവ മിഷന്റെ പ്രാരംഭ മിഷണറിമാരായ ഫാദർ ജോസഫ് പൂവത്തുങ്കൽ, ഫാദർ വർഗീസ് കോടിക്കൽ, ഫാദർ തോമസ് ഏഴിക്കാട് എന്നിവരെയും ആദരിച്ചു. മറ്റ് രംഗങ്ങളിലെ സേവനങ്ങൾക്ക് ഡോക്ടർ M സിറിയക് കോവിലകത്ത്, റെജി M കുന്നിപ്പറമ്പൻ, ജിനു ജോർജ് തൊടുവേലിൽ, ട്രീസ ഫിലിപ്പ്, ഡോക്ടർ അഞ്ജു ആൻ മാത്യു, ജോൺസൺ കാഞ്ഞിരക്കാട്ട് എന്നിവരെയും ആദരിച്ചു.
നേരത്തെ പാസ്റ്ററൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ പതാക ഉയർത്തി. ഗായക സംഘം അതിരൂപത ആന്തം ആലപിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ പ്രാർത്ഥന നയിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് സ്വാഗതവും മെത്രാപ്പോലിത്തൻ പള്ളി വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ആമുഖ പ്രസംഗവും നടത്തി. മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി അതിരൂപതാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അതിരൂപതാ ദിന കോർഡിനേറ്റർ ഫാദർ ജോബിൻ ആനക്കല്ലുങ്കൽ, ASMI കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ മേഴ്സി മരിയ, യുവദീപ്തി ഡെപ്യൂട്ടി പ്രസിഡന്റ് എലിസബത്ത് വർഗീസ്, പാസ്റ്ററൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ PV ജെറോം എന്നിവർ പ്രസംഗിച്ചു.